This call is now being recorded. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഓഫ് സോളിഡ്സ് ആണ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. കേൾക്കാം സർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഓഫ് സോളിഡ്സ് ആണ്. കുറച്ച് സ്പീഡായിട്ടാണ് എടുക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ഗിവ് യു റെക്കോർഡഡ് വീഡിയോ സോ ദാറ്റ് യു ഗോ ത്രൂ ഇറ്റ്, സോ യു വിൽ ഗെറ്റ് ദി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ദാറ്റ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക്സ്. സോ വാട്ട് ഈസ് സെക്ഷൻ ഓഫ് സോളിഡ്സിൻ്റെ ബേസിക്സ്? വാട്ട് ഈസ് ബേസിക്സ് മീൻസ്? So I'll give it to the board. Okay. So what it means two things. Section of solids എന്ന് പറഞ്ഞാൽ എന്താണ്? What is section of solids means? ഒരു സോളിഡ് ഇങ്ങനെ ഫോർ എക്സാമ്പിൾ ഒരു കോൺ ഇരിക്കുകയാണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. സോ കട്ട് ചെയ്തതിന് ശേഷമുള്ള റിമൈനിങ് പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കട്ട് ചെയ്തതിന് ശേഷം റിമൈനിങ് പോർഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെക്ഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. സോ സെക്ഷൻ ഓഫ് സോളിഡ്സ് വരയ്ക്കുമ്പോൾ അപ്പോൾ ഇതാണ് കോണിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. സോ കട്ടിങ്ങിനെ ഇപ്പം രണ്ട് രീതിയിൽ വരും. ഒന്ന് കട്ട് ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൈൻഡ് എച്ച് പി. സോ നമ്മൾ കോണിൻ്റെ വരയ്ക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് ദ ടോപ്പ് വ്യൂ ആൻഡ് ദിസ് ഇസ് ദ ഫ്രണ്ട് വ്യൂ. സോ ഇഫ് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി മീൻസ് കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെ വരും. ഓക്കെ, സോ രണ്ട് രീതിയിലാണ് സെക്ഷൻ പ്ലെയിൻ വരുന്നത്. ഒന്ന് പറഞ്ഞാൽ കട്ടിംഗ് പ്ലെയിൻ പാസിംഗ് ത്രൂ എച്ച് പി ആൻഡ് കട്ടിംഗ് പ്ലെയിൻ പാസിംഗ് ത്രൂ വി പി. സോ കട്ടിംഗ് പ്ലെയിൻ പാസിംഗ് ത്രൂ എച്ച് പി ആണെങ്കിൽ പാസിംഗ് ത്രൂ എച്ച് പി ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞുതരാം. സോ ഫോർ എക്സാമ്പിൾ ഇസ് കോൺ, അതിൻ്റെ ടെർമിനോളജീസ് ഓർത്ത് ചെയ്യുക. കോൺ, ദിസ് ഇസ് ദ ടോപ്പ് വ്യൂ of the cone, this is the front view of a cone. Okay, what are the terminology? Long line, short line. Long line, short line ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സെക്ഷൻ ലൈനിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, സോ ദാറ്റ് അതിനുശേഷം എന്ത് ചെയ്യുക? ദിസ് വൺ ഈസ് നോൺ ആസ് ടു ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. അതിന് മുമ്പ് ഇതിനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നതാണ് സെക്ഷണൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കട്ട് ചെയ്തതിനു ശേഷമുള്ള താഴത്തെ ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വിസിബിൾ ഫ്രം ദ ടോപ്പ് ഇറ്റ് ഈസ് വിൽ ഗെറ്റ് ദ സെക്ഷണൽ ടോപ്പ് വ്യൂ എന്ന് പറയും. വിൽ ഗെറ്റ് ദി സെക്ഷണൽ ടോപ്പ് വ്യൂ ആൻഡ് ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. എങ്ങനെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ബിലോ ദ സെക്ഷൻ പ്ലെയിൻ. സെക്ഷൻ ലൈൻ can be represented by long line, short line. Inside it should be thin line and outside it should be thick like that. Okay, and after the below that section line you have to be dark line, thick lines like that. And the true, this is known as true shape of the section. Okay, true shape is you have to measure this length and you have to join take it and measure this length and join like this. Okay, that is the that is known as true shape of the section. Okay, this is known as true shape of the section and this is the front view. അപ്പോൾ ഇതാണ് ബേസിക്സ്. ഇതിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കുക. ഇതാണ് ടെർമിനോളജീസ്. സോ ഇഫ് ഇറ്റ് ഈസ് കട്ടിംഗ് പ്ലെയിൻ പാസിംഗ് ത്രൂ എച്ച് പി, cutting plane passing through HP. Next is cutting plane passing through VP means. Okay, cutting plane passing through VP means you have to draw a cone like that and you have to extend this one so that the cutting plane passing through this like this. Okay, this is known as cutting plane passing through VP. Long line, short line. So this in outside it should be thick and inside it should be thin ആയിട്ട് വരയ്ക്കുക. Then this is your sectional front view. This is sectional front view and this is a top view and this is true shape of the section. So you take measurement and you will get the section. So you have to just concentrate on the what are the terminologies. True shape, what are the terminologies behind that you have to be concentrated on this. Okay, so how to draw means we'll ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ this is the sectional this is the cutting line passing through VP. Cutting line passing through VP ആണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത്. സെക്ഷണൽ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ഹിയർ ആൾസോ നമ്മളിവിടെ തിക്കായിട്ട് വരച്ചതിൻ്റെ കാര്യം എന്താണ്? സെക്ഷൻ ലൈൻ്റെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡ് അത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞ് റിമൈനിങ് പോർഷൻ നമ്മൾ തിക്കായിട്ട് വരയ്ക്കും. ഇതാണ് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ബേസിക്. അടുത്ത നമുക്ക് ഇതിലോട്ട് പോവാം, നമ്മൾ PPT-ലോട്ട് പോവാം. Okay, so here
So here it is the section of solids. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ, okay, so this section of solids. So here, so first question, so question നമുക്ക് ഓടിച്ച് നോക്കാം. Vertical square pyramid of base edge 50 axis 70 mm has its axis vertical. So has its axis vertical and one side of base parallel to VP. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക? വെർട്ടിക്കൽ സ്ക്വയർ പിരമിഡ് ആണ്, ബേസ് എഡ്ജ് 50 ആക്സിസ് 70 mm, ഹാസ് ഇറ്റ്സ് ആക്സിസ് വെർട്ടിക്കൽ. ആക്സിസ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വരയ്ക്കേണ്ട വ്യൂ എന്താണ്? ടോപ്പ് വ്യൂ ആണ് വരയ്ക്കാനുള്ളത്. ആക്സിസ് വെർട്ടിക്കൽ ആണ്, ദാറ്റ് മീൻസ് പെർപെൻഡിക്കുലർ ടു HP ആണ്. അപ്പോൾ ആൻഡ് വൺ സൈഡ് ഓഫ് ബേസ് പാരലൽ, ഒരു സൈഡ് പാരലൽ ആയിട്ടാണ് വരയ്ക്കുക. ഇറ്റ് ഈസ് കട്ട് ബൈ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ 40 degree to HP and bisecting the axis. Okay, so it is cutting plane passing through HP. So നമുക്ക് ആദ്യം സ്ക്വയർ പിരമിഡ് വരയ്ക്കുക. എങ്ങനെയാണ്? പാരലൽ ടു VP ആണ്. അപ്പോൾ ആദ്യം സ്ക്വയർ വരയ്ക്കുക, പാരലൽ ടു VP 50 mm വരയ്ക്കുക. ടോപ്പ് വ്യൂ എന്താണ്? വെർട്ടിക്കൽ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞുകൊണ്ട് ടോപ്പ് വ്യൂ വരയ്ക്കുക. ദെൻ പാരലൽ ടു VP. അതിനുശേഷം എന്ത് ചെയ്യുക? ABCD മാർക്ക് ചെയ്യുക, O സെന്ററിൽ മാർക്ക് ചെയ്യുക, മോളോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഹൈറ്റ് മാർക്ക് ചെയ്യുക 70 mm. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? ഇറ്റ് ഈസ് കട്ട് ബൈ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ 40 degree to HP and bisecting the axis. ബൈസെക്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? 70യുടെ ഹാഫ് ആണ് 50. 70യുടെ ഹാഫ് എത്രയാണ്? 35. അപ്പോൾ 35 വെച്ച് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. വരച്ചതിന് ശേഷം 45 ഡിഗ്രി എടുത്ത് 45 വെച്ചിട്ട് ലോങ് ലൈൻ ഷോർട്ട് ലൈൻ, ലോങ് ലൈൻ ഷോർട്ട് ലൈൻ വരയ്ക്കുക. സോ ഇതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറഞ്ഞത്. ഇനി എന്ത് ചെയ്യുക? 1 dash 2 dash 3 dash 4 dash. ഓയ്ക്കും എക്ക് ഇടയ്ക്ക് 1, ഓയ്ക്കും ബിക്ക് ഇടയ്ക്ക് 2 മാർക്ക് ചെയ്യുക, ഓയ്ക്കും സിക്ക് ഇടയ്ക്ക് 3 ആൻഡ് ഓയ്ക്കും ഡിക്ക് ഇടയ്ക്ക് 4. ആ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ വരും? അപ്പോൾ മുകളിൽ 1 dash ഓയ്ക്കും ബിക്കും ഓയ്ക്കും സിക്ക് ഇടയ്ക്ക് വിസിബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ വരും. ഇതാണ് നമ്മളൊരു 3D കാണുന്നില്ലേ? അപ്പോൾ 3D പോലെ വരും. ഓയ്ക്കും എക്ക് ഇടയ്ക്ക്, ഓയ്ക്കും ബിക്ക് ഇടയ്ക്ക് 2, ഓയ്ക്കും സിക്ക് ഇടയ്ക്ക് 3, ഓയ്ക്കും ഡിക്ക് ഇടയ്ക്ക് 4. അതേപോലെ മുകളിൽ നമ്മൾ ഓയ്ക്കും ബിക്കും ഓയ്ക്കും സി ഇടയ്ക്ക് 2 and 3 ആണ്. അതുകൊണ്ടാണ് മുകളിൽ 2 dash and 3 dash വിത്തൗട്ട് ബ്രാക്കറ്റ്. ഓയ്ക്കും എക്കും ഓയ്ക്കും ഡി ഇടയ്ക്ക് 1 and 4 ആണ്. അതാണ്ട് അത് ബ്രാക്കറ്റിലും എഴുതിയത്. ഓക്കെ, സോ ദെൻ 1 and 2 നേരെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓയ്ക്കും ഇടയ്ക്ക് 1 കട്ട് ചെയ്യുക, ഓയ്ക്കും ബിക്ക് ഇടയ്ക്ക് 2 കട്ടാവും. സോ ദാറ്റ് മാർക്ക് ദ കറസ്പോണ്ടിങ് പോയിന്റ്സ്. അതുപോലെ 3 and 4 താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ 3 and 4 അവിടെ കട്ട് ചെയ്യും. അതിന് സെക്ഷനിന് താഴെയുള്ള പാർട്ടുകൾ തിക്കായിട്ട് വരയ്ക്കുക. വരച്ച ശേഷം എന്ത് ചെയ്യുക? 1 2 3 4 ജോയിൻ ചെയ്യിപ്പിക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി സെക്ഷണൽ ഡോപ്പ്. സോ സെക്ഷണൽ ഡോപ്പ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് വരച്ച ശേഷം എന്ത് ചെയ്യുക? അകത്തുള്ള ലൈൻസിനെ മാച്ച് കളഞ്ഞ ശേഷം ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുക. ആ അകത്തുള്ള ഹാച്ച് ലൈൻസ് എന്ത് ചെയ്യുക? ഇൻക്ലൈൻഡ് ആയിട്ട് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുക. 3 mm ഗ്യാപ്പ് ആണ്, അതൊന്നും വേണ്ട. ജസ്റ്റ് കണ്ടിന്യൂസ് തിൻ ലൈനായിട്ട് തന്നെ വരയ്ക്കുക. ദെൻ അകത്തുള്ള പാർട്സ് എല്ലാം തിക്കായിട്ട് വരയ്ക്കുക. അകത്തുള്ള ബോർഡറൊക്കെ തിക്കായിട്ട് വരയ്ക്കുക. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുക? ഇതിന് പാരലൽ, എക്സ് ആക്സിന് പാരലായിട്ട് 40 ഡിഗ്രിക്ക് പാരലായിട്ട് ഒരു X1 Y1 ആക്സിസ് മാർക്ക് ചെയ്യുക. ദെൻ മുകളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. 1 and 2 3 and 4. ഇവിടെ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും? 1 and 2 ആ 40 ഡിഗ്രിക്ക് 90 ഡിഗ്രി ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ടോ? 90 ഡിഗ്രി ഇവിടെയും 90 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ പാരലൽ ടു 40 ഡിഗ്രി യു ഹാവ് ടു ഡ്രോ എൻ മോർ ലൈൻ ദാറ്റ് ഈസ് നോൺ ആസ് X1 Y1 ആക്സിസ്. ആഫ്റ്റർ ദാറ്റ് ട്രൂ ഷേപ്പ് എങ്ങനെ വരയ്ക്കും? XY ആക്സിസ് ടു 1 എടുക്കുക. ദെൻ അവിടെ 1 മുകളിൽ 1 എടുത്ത് കട്ട് ചെയ്യുക. XY ആക്സിസ് ടു 1, XY ആക്സിസ് ടു ഞാൻ റെഡ് ലൈൻ കാണിച്ചിരിക്കുന്ന പോലെ XY ആക്സിസ് ടു 1 ഉള്ള നിങ്ങളുടെ കോമ്പസിൽ എടുത്ത ശേഷം എന്ത് ചെയ്യുക? X1 Y1 ആക്സിസ് ടു 1 എടുത്ത് കട്ട് ചെയ്യുക. XY ആക്സിസ് ടു 2 എടുക്കുക, നേരത്തെ 2 എടുത്ത് കട്ട് ചെയ്യുക. XY ആക്സിസ് ടു 4 എടുക്കുക, 4 എടുത്ത് കട്ട് ചെയ്യുക. XY ആക്സിസ് ടു 3 എടുക്കുക, 3 കട്ട് ചെയ്യുക. ദെൻ ജോയിൻ ചെയ്യിപ്പിക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി ട്രൂ ഷേപ്പ്. സോ ട്രൂ ഷേപ്പ് ഇങ്ങനെയാണ് കിട്ടുന്നത്. സ്ക്വയർ പിരമിഡിന്റെ ട്രൂ ഷേപ്പ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Then you have to mark the dimensions also. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നെക്സ്റ്റ് ഈസ് അശ്വിന് ജോയിൻ ചെയ്തിട്ടില്ല. അശ്വിനാണ് കുറച്ച് പേരൊക്കെ ഉള്ള 28. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, സോ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ അവർ യൂണിവേഴ്സിറ്റി എക്സാമിന് എന്ത് ചോദിക്കും? ഇതിന്റെ ടൂ ഷേപ്പ്, അതായത് ടൂ ഷേപ്പ് തന്നിട്ട് നമ്മൾ ഈ ആയിട്ട് ഫൈൻഡ് ഔട്ട് ദ ഇൻക്ലിനേഷൻ. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആയിട്ട് ബി മാർക്കറ്റ് ആസ് ദിസ് ട്രൂ ഷേപ്പ് ഈസ് നോൺ ആസ് ട്രപ്പിസോയിഡ്. സോ ട്രപ്പിസോയിഡ് 1 to 2 ആണ് സ്മോളർ എൻഡ്, 3 to 4 ആണ് ലാർജർ എൻഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ അടുത്ത പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ വെർട്ടിക്കൽ സെയിം ക്വസ്റ്റ്യൻ ആണ്. വെർട്ടിക്കൽ സ്ക്വയർ 50 mm, ആക്സിസ് 70 mm. ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി ആസ്ക്ഡ് ഇൻ ദി യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. കട്ട് ബൈ എ പ്ലെയിൻ so that the true shape is a trapezoid whose parallel edges are 20 mm and 40 mm. നോക്കുക, ഇവിടുത്തെ 20 and 40 ഏതാണ്? 1 to 2 ആണ് 20, 4 to 3 ആണ് 40. അപ്പോൾ ആ ലെങ്ത് ആണ് ട്രൂ ഷേപ്പിൽ തന്നിരിക്കുന്നത് അവർ.
ആൻഡ് ഫൈൻഡ് ദ ഇൻക്ലിനേഷൻ. അങ്ങനെയാണ് ഇൻക്ലിനേഷൻ, സെക്ഷൻ പ്ലെയിൻ, ട്രൂ ഷേപ്പ് ഒക്കെ വരയ്ക്കുന്നത്. അപ്പം നാം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ഡയഗ്രം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ 1 to 2 എന്ന് പറഞ്ഞാൽ ഏത് ഡിസ്റ്റൻസ് ആണ്? ഈ സെക്ഷണൽ ടോപ്പ് വ്യൂവിലെ ഈ ഡിസ്റ്റൻസ് ആണ് 1 to 2 അല്ലേ? ഈ സെക്ഷണൽ ടോപ്പ് വ്യൂവിലെ ഈ പാർട്ട് ഇതാണ് നമ്മുടെ 1 to 2 എന്ന് പറയുന്നത്. ഇവിടെ നിന്നുള്ള മെഷർമെന്റ് ആണ് ഇത് വരുന്നത്. സിമിലർലി ഇവിടെ നിന്നുള്ള മെഷർമെന്റ് സി ടു ഡിയുടെ ഇടയ്ക്കുള്ള ഈ ലൈൻ, ഈ കഴ്സർ നോക്കിയാൽ ആ സെക്ഷണൽ ടോപ്പ് വ്യൂവിന്റെ ഈ ലെങ്ത് ആണ് നമുക്ക് എന്ത് വരുന്നത്? ഈ 4 to 3 വരുന്നത്. സോ ദാറ്റ് ഇത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ദി ട്രൂ ഷേപ്പ് ആസ് 20 and 40 റെസ്പെക്റ്റീവ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് ആക്സിസ് വരച്ചു, ആസ് പെർ ദ ഡയഗ്രാം സ്ക്വയർ പിരമിഡ് വരച്ചു, ഡയഗണലിൽ ജോയിൻ ചെയ്യിപ്പിച്ചു, 70 വരച്ചു, ഇത് വരച്ചു. നെക്സ്റ്റ് ഈസ് നമുക്കറിയാം എന്താണ്? ട്രൂ ഷേപ്പ് ഈസ് 20 40. എക്കും ബിക്കും ഇടയ്ക്ക് 20യും സിക്കും ഡിക്കും ഇടയ്ക്ക് 40 വേണം. അപ്പോൾ നമ്മൾ എന്താ 20 വരയ്ക്കാനായിട്ട് നമ്മളൊരു പാരലൽ ലൈൻ വരയ്ക്കുക. വരച്ച ശേഷം മുകളിലും താഴെയും 10 10 മാർക്ക് ചെയ്യുക. അപ്പോൾ 20 ആവുമല്ലോ, 20 ആയി. സ്കെയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 10 10 ആക്കുക, 20 ആക്കുക. സിമിലർലി ഇപ്പോഴത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ 20 20 ആക്കുക. 40 ആണ് നമുക്ക് വേണ്ടത്, 20 20 ആക്കുക. എന്നിട്ട് 2 മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി സ്ലാൻഡ് ഗേറ്റിൽ നമുക്ക് എന്ത് കിട്ടും? 2 പോയിന്റ്സ് കിട്ടും. 20യുടെ ലൈൻ്റെ 40യുടെ ലൈൻ്റെ ഓരോ പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ജോയിന്റ് ബോത്ത് ദ ലൈൻസ്. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി സെക്ഷണൽ വ്യൂ, സെക്ഷണൽ ഇൻക്ലിനേഷൻ കിട്ടും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് പഴയതുപോലെ തന്നെയാണ്. ആദ്യം സെക്ഷനിൽ വരയ്ക്കുക, അതിനുശേഷം പാരലായിട്ട് X1 Y1 ആക്സിസ് പാരലായിട്ട് വരയ്ക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 90 ഡിഗ്രി, രണ്ടിനെ 90 ഡിഗ്രി മുകളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ് ആക്സിസ് 1 2 3 4 മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്താൽ 1 - 2 - 3 - 4 മാർക്ക്. 2 and 3 വിസിബിൾ ആണ്, 1 and 4 ഇൻവിസിബിൾ ആയതുകൊണ്ട് മുകളിൽ നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടു. ദെൻ എന്ത് ചെയ്യുക? എക്സ് ആക്സിസ് ടു 1, ഞാൻ റെഡ് മാർക്ക് ചെയ്ത പോലെ എക്സ് ആക്സിസ് 1 എടുക്കുക, 1 മാർക്ക് ചെയ്യുക. എക്സ് ആക്സിസ് 2 എടുക്കുക, 2 മാർക്ക് ചെയ്യുക. സോ നോക്കുക, ഇവിടെ 1 and 2 20 ആവാൻ കാരണം എന്താണ്? ഇവിടെ 20 എടുത്തുകൊണ്ടാണ് അവിടെ 20 ആയത്. സിമിലർലി എക്സ് ആക്സിസ് ടു 4 എടുക്കുക, 4 മാർക്ക് ചെയ്യുക. എക്സ് ആക്സിസ് ടു 3 എടുക്കുക, 3 മാർക്ക് ചെയ്യുക. ദെൻ യു ഹാവ് ടു ജോയിൻ ഇറ്റ് സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? സോ ദാറ്റ് മാർക്ക് ദ ഡയമെൻഷൻസ്. വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ ദാറ്റ് യു ഹാവ് ടു മാർക്ക് ഇറ്റ് ഇൻ ദി ഫൈനൽ. ഓക്കെ, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി 20 മാർക്സ് ഓൺലി ഇഫ് ദ യു ഹാവ് ടു ബി മാർക്ക് ഇറ്റ് ഇൻ ദ ഡയമെൻഷൻസ് ആൾസോ. എല്ലാ ഡയമെൻഷൻസും കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്താൽ മാത്രമേ യു വിൽ ഗെറ്റ് ദി ഫുൾ മാർക്ക്. ഈവൻ ദ ക്വസ്റ്റ്യൻ ആൻസർ ഇസ് കറക്റ്റ്, യു വിൽ നോട്ട് ഗെറ്റ് ദി ഫുൾ മാർക്ക്. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു ബി കംപ്ലീറ്റ് ദി ഡയമെൻഷൻസ് ആൾസോ. തിക്ക് ലൈൻ, തിൻ ലൈൻ, ഈക്വൽ, ഡാഷ് ലൈൻസ്, ഡോട്ടർ ലൈൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് എന്നാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് 2 and 2.25 മണിക്കൂറാണ് മാക്സിമം 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ട്രൈ ചെയ്യുക. സോ ദാറ്റ് അബോവ് 70 ഉണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ദി ഫുൾ മാർക്ക്, എസ് ഗ്രേഡ്. ദാറ്റ് മീൻസ് 90. എസ് മീൻസ് 100 out of 100. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്യാൻ വി മൂവ് ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. So the next question is pentagonal pyramid of 30 mm edge and base 60 mm. Pentagonal pyramid ആണ്, base edge 30, axis 60, height stands vertically with a base on HP. Base on HP എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുന്ന ടോപ്പ് വ്യൂ ആയിരിക്കും. ആൻഡ് an edge of base perpendicular to VP. ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം വരച്ചു നോക്കാം. ആദ്യം സ്ക്വയർ പിരമിഡ്, 1 എഡ്ജ് പെർപെൻഡിക്കുലർ ആയി ടോപ്പ് വ്യൂ ആണ് വരച്ചു, 1 എഡ്ജ് പെർപെൻഡിക്കുലർ. അപ്പോൾ പെന്റഗൺ വരയ്ക്കുക എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. എന്താണ്? എ ബി വരച്ചു, ദെൻ 108 108 അപ്പുറത്ത് വരച്ചു, 30 എടുത്ത് കോമ്പസ് എടുത്തു, കട്ട് ചെയ്തു. ഇനി ഇത് 54 ഡിഗ്രി ഓൺ ബോത്ത് സൈഡ്സ് എടുക്കുക, ദെൻ ജോയിൻ ചെയ്യിപ്പിക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി സെന്റർ. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു എക്സ്റ്റെൻഡ് അപ് ടു ദ ഹൈറ്റ് ഓഫ് 60 mm ഫ്രം എക്സ് വൈ ആക്സിസ്, ജോയിൻ ഇറ്റ്. അപ്പോൾ ഇതിൽ ബിയും സിയും ഡിയും കാണാം. സോ വിസിബിൾ ആണ്. സോ ബി ഡാഷ് സി. എവിടെ നിന്ന് നോക്കുമ്പോൾ ഈ സിയുടെ സൈഡിൽ നിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ ബി ഡാഷ് സി ഡാഷ് ബി സി ഡി വിസിബിൾ ആണ്. അതുകൊണ്ട് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് മാർക്ക് ചെയ്തു. ആൻഡ് ദ ബാക്ക് സൈഡ് ഓഫ് ബി ഇറ്റ് ഈസ് എ, സോ ദാറ്റ് ഈസ് എ ഡാഷ് ബ്രാക്കറ്റ്. അതേപോലെ ഈ സിയുടെ ബാക്കിലാണ്, സോ ദാറ്റ് ഈസ് ആൾസോ ഇൻ ദി ബ്രാക്കറ്റ് ഓ ഡാഷ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ. ഇത് കട്ട് ചെയ്യാണ്. സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ എച്ച് പി ആൻഡ് ഇംഗ്ലണ്ട് 30 ഡിഗ്രി ടു വി പി. നമ്മൾ ഇത്രയും നേരം നോക്കി എച്ച് പിയിലാണ് കട്ട് ചെയ്തത്. ഇറ്റ് ഇംഗ്ലണ്ട് വി പി കട്ട്സ് ദ പിരമിഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 mm away from the axis. ആ 10 mm away എന്ന് ഒരു കട്ടിംഗ് പ്ലെയിൻ വി പി പാസ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഡ്രോ ദ പ്ലാൻ, സെക്ഷൻ എലിവേഷൻ ആൻഡ് ട്രൂ ഷേപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ ഇത്രയും വരച്ച ശേഷം 10 mm away from the axis ആയതുകൊണ്ട് നമ്മൾ 1 cm സെൻറ്ററിൽ വെച്ചൊരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുന്നു? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് 30 ഡിഗ്രി എടുത്ത ശേഷം സ്കെയിൽ നമ്മൾ
നീക്കി കൊണ്ടുപോകുന്നു. ഏത് സൈഡ് ഈ സ്കെയിലിനെ നീക്കി 30 ഡിഗ്രിന്ന് കുറച്ച് നീക്കി കൊണ്ടുവന്നു. എവിടെയാണോ സർക്കിളിന്റെ ടാൻജന്റ് ഏറ്റവും ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സർഫസ് ഏറ്റവും അടുത്തുള്ള സർഫസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. അവിടെ വെച്ച് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ലൈൻ ദാറ്റ് ഈസ് നോൺ ആസ് സെക്ഷൻ ലൈൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുന്നു, ബിക്കും സിക്കും ഇടയ്ക്ക് എന്താണ് 1 മാർക്ക് ചെയ്യുന്നു. ബിക്കും ഒക്കും സിക്കും, അതായത് ഏതൊക്കെ എഡ്ജസ് വഴി പാസ് ചെയ്തിട്ടുണ്ട്, എഡ്ജസ് ഏതൊക്കെയാണ് ABCD, ഏതൊക്കെ എഡ്ജ് വഴി സെക്ഷൻ ലൈൻ പാസ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ നമ്പേഴ്സ് കൊടുക്കുക. അതേപോലെ ഏതൊക്കെ പോയിന്റ് സ്ലാൻഡ് ഹൈറ്റ്, അതായത് എല്ലാ കോർണറും ഓയിലോട്ട് ജോയിൻ ചെയ്യാണല്ലോ സ്ലാൻഡ് ഹൈറ്റ്, O2B, O2A, O2C, O2D, O2A. ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ വഴി പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്പേഴ്സ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ബിക്കും സിക്കും ഇടയ്ക്ക് എഡ്ജ് ആണ്, അപ്പോൾ 1 കൊടുത്തു. ഒയ്ക്കും സിക്കും ഇടയ്ക്ക് പാസ് ചെയ്തിട്ടുണ്ട് 2 ആണ്. ഒയ്ക്കും ഡിക്ക് ഇടയ്ക്ക് പാസ് ചെയ്ത് പോയിട്ടുണ്ട് 3 ആണ്. ഇക്കും ഡിക്ക് ഇടയ്ക്ക് എഡ്ജ് ആണ് 4. സോ 4 നമ്പേഴ്സ് കൊടുക്കുക. ക്ലിയർ? ഇനി എന്ത് ചെയ്യുക, മോളോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ബിയും സിയും മോളോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ബി ഡാഷിന് സി ഡാഷിന് ഇടയ്ക്ക് 1 കിട്ടും. അതേപോലെ ഒയും സിയും മോളോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 2 എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്തുണ്ട്, ഒ ഡാഷിന് സി ഡാഷിന് ഇടയ്ക്ക് വിൽ ഗെറ്റ് 2. ആൻഡ് ബിറ്റ്വീൻ O and D it is 3, അപ്പോൾ 3 മാർക്ക് ചെയ്തു. ബിറ്റ്വീൻ E and D it is 4, അപ്പോൾ 4 മാർക്ക്. E ഡാഷ് ആൻഡ് D ഡാഷ് ഉണ്ടെങ്കിൽ 4 മാർക്ക് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, അപ്പോൾ എല്ലാ പോയിന്റ്സും നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്തു. എല്ലാ പോയിന്റ്സിനും ജോയിൻ ചെയ്യിപ്പിക്കുക മുകളിലത്തെ. സോ വിൽ ഗെറ്റ് ദി സെക്ഷണൽ ഫ്രണ്ട്. ഓക്കെ, ഇനി ട്രൂ ഷേപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈന് ഇവിടെ താഴെ വരയ്ക്കുക. ദെൻ 1 2 3 4 പെർപെൻഡിക്കുലർ ആയിട്ട് താഴോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, പെർപെൻഡിക്കുലർ ടു 30 ഡിഗ്രി. സോ പെർപെൻഡിക്കുലർ ടു 30 ഡിഗ്രി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 പോയിന്റ്സ് കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക, എക്സ് വൈ ആക്സിസിൽ തന്നെയാണ് 1 and 4, അപ്പോൾ അവിടെ തന്നെ 1 and 4 കൊണ്ട് മാർക്ക് ചെയ്തു. പിന്നെ എക്സ് വൈ ആക്സിസ് ടു, ഞാൻ റെഡിങ്ങിൽ കാണിച്ചിരിക്കുന്ന എക്സ് വൈ ആക്സിസ് ടു 3 ആൻഡ് എക്സ് വൈ ആക്സിസ് ടു 2 യു ഹാവ് ടു മാർക്ക് ഇറ്റ് ഇൻ ദി x1 y1 axis so that you will get the true shape of the section. Then mark the dimension so that you will get the final answer. So ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, a vertical cone of base diameter 60 and axis 70 is cut by a plane inclined 45 degree to HP and bisecting the axis. അപ്പോൾ കോൺ ആണ് cut by an inclined plane 45 degree to HP and bisecting it. Draw the elevation, sectional plan and true shape of the section. So here കോൺ ആണ് ചോദിച്ചെങ്കിൽ ബൈസെക്ടിങ് ദ 45 ഡിഗ്രി കട്ടിംഗ് പ്ലെയിൻ പാസിംഗ് ത്രൂ HP ആണ്. വെർട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് യു ഹാവ് ടു ഡ്രോ ദ ടോപ്പ് വ്യൂ ഓഫ് ദി സെക്ഷൻ ഫസ്റ്റ്. സോ കോണോ സിലിണ്ടർ ഏത് ചോദിച്ചാലും നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സർക്കിളിനെ ഡിവൈഡ് ചെയ്ത ശേഷം കോൺ വരയ്ക്കുക. ABCDE ആർ വിസിബിൾ, FGH ആർ ഇൻവിസിബിൾ, ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യുക. ദെൻ ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു HP ആൻഡ് ബൈസെക്ടിങ് ദി ആക്സിസ്. സോ 45 ഡിഗ്രി വെച്ചെടുത്ത് ബൈസെക്ടിങ് ദി ആക്സിസ് മാർക്ക് ചെയ്തു. കട്ടിംഗ് പ്ലെയിൻസ് 1 2 3 4 5 ആണ്. 6 7 8 ബ്രാക്കറ്റിലാണ്, കാണാൻ പറ്റത്തില്ല. ദെൻ ബാക്കി എന്ത് ചെയ്യുക, എല്ലാത്തിനെയും താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നോക്കി 1 and 2 1 2 3 4 5 എല്ലാം നമ്മൾ താഴോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 1 2, ഒയ്ക്കും ഇടയ്ക്ക് 1 ആണ്, ഒയ്ക്കും ബിക്ക് ഇടയ്ക്ക് 2 ആണ്, ഒയ്ക്കും സിക്ക് ഇടയ്ക്ക് 3, ഒയ്ക്കും. അപ്പോൾ അതെല്ലാം താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതിൽ അതെല്ലാം ഇവിടെ താഴെ അതേ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഇപ്പം റെഡിങ്ങിൽ കാണിച്ചിരിക്കുന്ന പോലെ 3 and 7 ഇതിൽ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്, മുകളിൽ നിന്ന് വരുന്ന ലൈൻസിൽ ഇന്റർസെക്ഷൻ ആവുന്ന എല്ലാ പോയിന്റ്സും ഇന്റർസെക്റ്റ് ആവുന്നത് എക്സെപ്റ്റ് ദാറ്റ് ഓഫ് 3 and 7. So how to mark the 3 and 7 means you have to take a line from a reading line from 3 to 3 and 7. That point in the between O dash and A dash ലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. അവിടെ നിന്ന് നേരെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി വാല്യൂ ബിറ്റ്വീൻ O and A. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, O സെന്റർ ആൻഡ് O between that line, intersecting that line, to take an arc between O to C as 3 and O to G as 7 ആയിട്ട് മാർക്ക് ചെയ്യുക. സോ ദാറ്റ് ഇതിനെ ജോയിൻ ചെയ്യിപ്പിക്കുക, നമുക്ക് സെക്ഷണൽ ടോപ്പ് കിട്ടും. ദെൻ ആസ് യൂഷ്വൽ ട്രൂ ഷേപ്പ് എങ്ങനെ വരയ്ക്കുന്നത്, എക്സ് വൈ ആക്സിസിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുക. വരച്ച ശേഷം എന്ത് ചെയ്യുക, എക്സ് വൈ ആക്സിസ് ടു 1 എടുക്കുക, 1 മാർക്ക് ചെയ്യുക. എക്സ് വൈ ആക്സിസ് ടു 2 എടുക്കുക, 8 മാർക്ക്, 8ഉം ആൻഡ് 3 എടുക്കുക, 2 എടുക്കുക, 2 മാർക്ക് ചെയ്യുക. എക്സ് വൈ ആക്സിസ് ടു 3 and 4 ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാർക്ക് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. Can we go for the next question? ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട്? ആർക്കും ഇല്ല. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. Yes, sir. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ കോണിന്റെ തന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്.
സോ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക. കോണിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് കോണിന്റെ വെർട്ടിക്കൽ പ്ലെയിൻ, അതായത് എച്ച് പിയിൽ കട്ട് ചെയ്യുന്ന ഒന്നാണ്, വി പിയിൽ കട്ട് ചെയ്യുന്നതാണ് അടുത്ത പറഞ്ഞത്. വെർട്ടിക്കൽ കോൺ ഓഫ് ബേസ് ഡയമണ്ട് 60 ആക്സിസ് 70 mm ഇൻക്ലൈൻ 40 ഡിഗ്രി ടു വി പി, ഇൻക്ലിനേഷൻ പാസിംഗ് ത്രൂ 10 mm ഫ്രം ഇറ്റ് സെന്റർ. അപ്പോൾ എങ്ങനെ വരയ്ക്കും? കോൺ വരയ്ക്കുക, 8 ഡിവൈഡ് ചെയ്യുക, കോൺ വരച്ചു. അടുത്ത എന്ത് ചെയ്യുക? സെന്ററിൽ 10 mm അവേ ഫ്രം ദ ആക്സിസ് എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് സർക്കിൾ 10 mm സെന്ററിൽ സർക്കിൾ വരയ്ക്കുക. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുക? 40 ഡിഗ്രി ടു വി, നമ്മൾ നേരത്തെ പെൻറ്റകൾ വരച്ചതുപോലെ തന്നെയാണ് ഇതിൽ 40 ഡിഗ്രി സർക്കിളിന്റെ സർക്കംഫറൻസ് വഴി പാസ് ചെയ്യുന്ന പോകുന്ന രീതിയിൽ വരയ്ക്കുക. ഇവിടെയും സെയിം ആണ്. ബിക്കും സിക്കും ഇടയ്ക്ക് 1 മാർക്ക് ചെയ്യുക, ഒയ്ക്കും സിക്ക് ഇടയ്ക്ക് 2, ഒയ്ക്കും ഡിക്ക് ഇടയ്ക്ക് 3, ഒയ്ക്കും ഇക്ക് ഇടയ്ക്ക്, ഒയും പോയിന്റ്സുമായിട്ട് മാർക്ക് ചെയ്യുന്ന എല്ലാ പോയിന്റും ആൻഡ് ആൾസോ അതിന്റെ സർക്കംഫറൻസിൽ കൂടി പാസ് ചെയ്യുന്ന പോയിന്റ്സുകളെല്ലാം പോയിന്റ്സ് മാർക്ക് ചെയ്യുക. പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്താലേ നമുക്ക് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ കിട്ടത്തുള്ളൂ. ഇനി എന്ത് ചെയ്യുക? ബിക്കും സിക്ക് ഇടയ്ക്ക് 1 ആയതുകൊണ്ട് ബി ഡാഷിനും സി ഡാഷിനും ഇടയ്ക്ക് 1 ഡാഷ് മാർക്ക് ചെയ്യുക. ഇതേപോലെ ഒയ്ക്കും ഡിക്ക് ഇടയ്ക്ക് 3 മാർക്ക് ചെയ്യുക, ഒയ്ക്കും ഇക്ക് ഇടയ്ക്ക് 4 മാർക്ക് ചെയ്യുക, ഒയ്ക്കും ഇക്ക് എഫിന് ഇടയ്ക്ക് 5 മാർക്ക് ചെയ്യുക. ബട്ട് 2 മാർക്ക് ചെയ്യാൻ നമുക്ക് നേരത്തെ പോലെ പറ്റത്തില്ല. സോ സിമിലർലി നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ റിവേഴ്സിൽ വരിക, ഒ ടു ഡി കോമ്പസ് എടുക്കുക, ഒ ടു ഡി ഡിസ്റ്റൻസ് എടുത്ത് ഒ സെന്റർ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ദാറ്റ് ആർക്ക് എവിടെ ഇന്റർസെക്റ്റ് ആവും? ഒ ടു എക്ക് ഇന്റർസെക്റ്റ് ആവും. അവിടെ നേരെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ദാറ്റ് ബിറ്റ്വീൻ ഒ ഡാഷ് ആൻഡ് ഇ ഡാഷ് യു വിൽ ഗെറ്റ് ദി പോയിന്റ്. സോ ദാറ്റ് പോയിന്റ് നമ്മൾ പാരലായിട്ട് സെന്ററിലോട്ട് മാർക്ക് ചെയ്യുക. സോ 2 ഡാഷ് ഇട്ട്. ഓക്കെ, then you have to join it so that you will get the sectional front view. Then how to find out the true shape? X ആക്സിസിന് പാരലായി നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ പാരലായിട്ട് വരയ്ക്കുക. 1 and 5 അതേ പോയിന്റിൽ തന്നെയാണ്. 1 ഡാഷ് ആൻഡ് 5 ഡാഷ് അവിടെ വരയ്ക്കുക. ദെൻ 2, 3, 4 നമ്മൾ പോയിന്റ് ഡയഗ്രത്തിൽ നിന്ന്, മുകളിലുള്ള ഡയഗ്രത്തിൽ നിന്ന് മാർക്ക് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, ഇത് സെക്ഷൻ പ്ലെയിൻ പാസിംഗ് ത്രൂ വി പി ഇൻ ദ കേസ് ഓഫ് കോൺ. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ്, സോ ദ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് ഈസ്, അത് തന്നെയാണ് അടുത്തതെന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 60 ആക്സിസ് 70 കട്ട് ബൈ എ പ്ലെയിൻ പാരലൽ ടു എൻഡ് ജനറേറ്റർ. ആംഗിൾ തന്നിട്ടില്ല, പാരലൽ ടു എൻഡ് ജനറേറ്റർ ആൻഡ് 10 mm ഫ്രം ഇറ്റ്. ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. ഇസ് പാരലൽ ടു എൻഡ് ജനറേറ്റർ. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കോൺ വരയ്ക്കുക, 8 ഡിവൈഡ് ചെയ്യുക, ഇതാണ് 10 mm. ഓ ഡാഷ് ഇ ഡാഷ് ആണ് ജനറേറ്റർ. അതിന് പാരലായിട്ട് എന്ത് ചെയ്യുക? ഒരു പാരലൽ ടു എൻഡ് ജനറേറ്റർ ആണ്. സോ പാരലൽ ടു എൻഡ് ജനറേറ്റർ 10 mm നമ്മുടെ ബേസിൽ നിന്ന് ഇ ഡാഷിൽ നിന്ന് 10 mm എടുക്കുക, അകത്തോട്ട് എടുക്കുക, ഇൻസൈഡ് എടുക്കുക. എടുത്ത ശേഷം ഓ ഡാഷ് ഇ ഡാഷിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക, ലോങ് ലൈൻ ഷോർട്ട് ലൈൻ, ലോങ് ലൈൻ ഷോർട്ട് ലൈൻ. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി പാരലൽ ടു എൻഡ് ജനറേറ്ററിന്റെ ആംഗിൾ ഉണ്ട്. സോ ഇത് ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. പാരലൽ ടു എൻഡ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ആംഗിൾ തന്നിട്ടില്ല. സോ ദാറ്റ് അതിനുശേഷം എന്ത് ചെയ്യുക? താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ബിറ്റ്വീൻ ഓ ഡാഷ് ആൻഡ് നമ്മൾ 1, 2, 3, 4, 5 മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് ആൻഡ് 5 ഡാഷ് 6 ഡാഷ് 7 ഡാഷ് മാർക്ക് ചെയ്യുക. സോ ഹിയർ ദ 4 and 5 എന്ന് പറഞ്ഞാൽ അതാണ് ബേസിൽ വന്ന് കട്ടാവുന്നതുകൊണ്ട് നമ്മൾ സർക്കംഫറൻസിൽ 4ഉം 5ഉം ആണ് വരുന്നത്. അപ്പോൾ ഒയ്ക്കും എക്ക് ഇടയ്ക്ക് 1 മാർക്ക് ചെയ്യുക, ഒയ്ക്കും ബിക്ക് ഇടയ്ക്ക് 2 and 7 മാർക്ക് ചെയ്യുക. അടുത്ത 3ഉം 3 and 6 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഒരു സർക്കിൾ എടുത്ത് ആ ലൈൻ വരച്ച് താഴോട്ട് കൊണ്ടുവന്നിട്ട് 3 and 6 മാർക്ക് ചെയ്യുക. 4 and 5 നോക്കി സർക്കംഫറൻസിൽ മാർക്ക് ചെയ്യുക. ഇവിടെ 2 പോയിന്റ്സ് ഉള്ളതുകൊണ്ടാണ് 4 and 5 ബേസിൽ വന്നുകൊണ്ട് സർക്കംഫറൻസിൽ മാർക്ക് ചെയ്ത ശേഷം ജോയിൻ ചെയ്യിപ്പിക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി സെക്ഷണൽ ടോപ്പ് വ്യൂ. ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂ ഷേപ്പ്? അതിന് ആക്സിസിന് പാരലായിട്ട് ആംഗിൾ വരയ്ക്കുക. ദെൻ എക്സ്റ്റെൻഡ് ചെയ്യുക 90 ഡിഗ്രിയിൽ. എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം എക്സ് ആക്സ് ടു 1, 2, 3, 4 എല്ലാം നമ്മൾ എക്സ് ആക്സ് ടു 1 എടുക്കുക, എക്സ് ആക്സ് ടു 2 and 7 and 2 എടുക്കുക, 6 and 3 എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത യൂഷ്വൽ പ്രൊസീജിയർ ജോയിൻ ചെയ്യിപ്പിക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, ഹിയർ ദ ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ ഈസ് എ പാരബോള. ഓക്കെ, ഇത് ക്ലിയർ ആണോ? എല്ലാവർക്കും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യൻ? Parallel to end generator, indirect question, angle is not given. It is not inclined to HP or VP. Dimensions mark so that you will get the answer. Okay, ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. Okay, very good. ഒരാൾ മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ, വേറെ ആർക്കും ഒന്നും പറയാനില്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ച വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യണം. ഇതിൽ ക്വസ്റ്റ്യൻ നോക്കുക, പാരബോള ആണ് ട്രൂ ഷേപ്പ്. ഇതിൽ പാരബോളയാണ് നമുക്ക് ട്രൂ ഷേപ്പ് നോക്കിയാൽ അറിയാം. പാരബോളയാണ് അതിന്റെ സ്ട്രക്ചർ നോക്കിയിട്ട് ഉള്ളത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കുന്നു? ട്രൂ ഷേപ്പ് ഈസ് എ പാരബോള. ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 60 is cut by a plane so that the true shape of the section is a parabola with the range 45, height 60. ഈ റേഞ്ച് എന്തെന്ന് അറിയാത്തവർക്ക് ആ ക്വസ്റ്റ്യൻ പോയി. റേഞ്ച് ഈസ് നത്തിങ് ബട്ട് 4 to 5 ആണ് റേഞ്ച് എന്ന് പറയുന്നത്. 4, 5 ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിലെ 4 to 5 എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ ട്രൂ ഷേപ്പിൽ,
ഇത് റേഞ്ച്, ഇത് ഞാൻ 45 തന്നിരിക്കുന്നത്. അപ്പോൾ 45 റേഞ്ച് ആണെങ്കിൽ സർക്കംഫറൻസ്, ഈ സർക്കംഫറൻസ് തൊട്ട് ഈ സർക്കംഫറൻസ് വരെ ടോപ്പ് വ്യൂവിൽ ആ പോയിന്റും ഈ പോയിന്റും ഈക്വൽ ആണ്. അതാണ് 45 തന്നിരിക്കുന്നത്. ഹൈറ്റ് എത്രയാണ്? 65. പാരബോളയുടെ ഹൈറ്റ് 65 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒന്നാമത്തെ പോയിന്റ് തൊട്ട് ഈ ബേസ് വരെയുള്ള ഹൈറ്റ്, ഇതാണ് 65 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 65 എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇതാണ് 65. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത് റേഞ്ച് 45 ആൻഡ് ഹൈറ്റ് 65 ആൻഡ് ഇൻക്ലിനേഷൻ സെക്ഷൻ പ്ലെയിൻ ആൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ എന്ന് പറഞ്ഞില്ലേ. കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 60 is cut by a plane so that the true shape of the section is parabola with range 45, height 65 and the inclination of the section plane and the height of the cone. ഹൈറ്റ് തന്നിട്ടില്ല ക്വസ്റ്റിൽ. അപ്പോൾ ആദ്യം കോൺ വരയ്ക്കുക, 8 ഡിവൈഡ് ചെയ്യുക, ഹൈറ്റ് തന്നിട്ടില്ല, എക്സ്റ്റെൻഡ് ചെയ്ത് വിടുക. സോ അടുത്ത ക്വസ്റ്റിൽ എന്താണ് പറയുന്നത്? റേഞ്ച് 45. റേഞ്ച് 45 ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൻ്റെ ടോപ്പ് വ്യൂവിൽ വരുന്നതാണ് റേഞ്ച്. അപ്പോൾ 45 ആണെങ്കിൽ 22.5 ഓൺ ബോത്ത് സൈഡ്സിൽ നമ്മൾ ഒക്ക് വിക്ക് ഇടയ്ക്കുള്ള ആ പോയിന്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് 22.5 22.5 ഈക്വൽ ആയിട്ട് എടുക്കുക. എടുത്ത ശേഷം എന്ത് ചെയ്യുക? 45 ആയതുകൊണ്ട് 22.5 എടുത്തു. അതിനുശേഷം മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഡോട്ട് കിട്ടും. സിമിലർലി നമ്മളെ 22.5 45 എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇത് കിട്ടും. ഇനി അടുത്തത് എന്ത് ചെയ്യുക? ഹൈറ്റ് എത്രയാണെന്ന് നോക്കുക. ഹൈറ്റ് എത്രയാണ്? 65 ആണ് പാരബോളയുടെ ഹൈറ്റ്. അപ്പോൾ 65 കോമ്പസിൽ എടുത്ത ശേഷം ഈ എൻഡും ആ എൻഡും 65 എടുത്ത് കട്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ എൻഡും ഇപ്പുറത്തെ എൻഡും 65 വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് ഇട്ട് അതിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. അതിനെ മുകളിലോട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദി ഹൈറ്റ് ഓഫ് ദ കോൺ. പിന്നെ നേരത്തെ ചെയ്ത പോലെ എല്ലാത്തിനെയും ജോയിൻ ചെയ്യിപ്പിക്കുക. ബാക്കിയുള്ള എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറാണ്. 1 2 3 4 മാർക്ക് ചെയ്യുക, 1നെ എക്സ്റ്റെൻഡ് ചെയ്യുക, 1 2 3 2 3 7 നമ്മൾ നേരത്തെ ആർക്ക് വരച്ച പോലെ വരയ്ക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി സെക്ഷണൽ ടോപ്പ് വ്യൂ. ദെൻ ട്രൂ ഷേപ്പ് എങ്ങനെ വരയ്ക്കും? അതിന് പാരലായിട്ട് വരയ്ക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മൾ ഇതിലുള്ള എല്ലാ ഡയമെൻഷൻസും നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1 2 3 4 എടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കും. നമുക്ക് കിട്ടും പാരബോള കിട്ടും. ഓക്കെ, ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. വൺ ഓഫ് ദ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ പാരബോള എന്ന് പറയുന്നത്. ഒരുപാട് പേര് തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഈസി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, അപ്പം ക്ലിയർ ആണ്? ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തലോട്ട് പോകാമോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Yes, sir. Yes, sir. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇതിലെടുക്കാം. സെക്ഷൻ 2. നെക്സ്റ്റ് അടുത്ത ഇതാണ്. സോ പ്രിസം വരികയാണെങ്കിൽ എങ്ങനെ? ഹൗ ടു ഫൈൻഡ് ഔട്ട് എ പ്രിസം? പ്രിസം വരികയാണെങ്കിൽ ഈസിയാണ്. റെഗുലർ പെൻഡഗണൽ പ്രിസം സൈഡ് ഓഫ് ബേസ് 30 ആക്സിസ് 70 mm is resting on HP. റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറയുകയാണെങ്കിൽ തന്നെ ടോപ്പ് വ്യൂ നമുക്ക് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കണം? ഓൺ ഇറ്റ്സ് ബേസ് വിത്ത് എൻ വെർട്ടിക്കൽ ഫേസ് പാരലൽ ടു VP. വെർട്ടിക്കൽ ഫേസ് പാരലൽ ആയിട്ടാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കാനുള്ളത്. ഒരു ഫേസ് പാരലൽ ആയിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ പെൻഡഗൺ നമ്മൾ വരച്ചു. അടുത്ത എന്താണ്? ഇറ്റ് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ ഇൻക്ലൈൻ 50 degree to HP ആൻഡ് ബൈസെക്ടിങ് ദി ആക്സിസ്. അപ്പോൾ ആദ്യത്തെ നോക്കാം. 50 degree to HP ആൻഡ് ബൈസെക്ട്. അപ്പോൾ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ബൈസെക്ടിങ് ദി ആക്സിസ് ഹാഫിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇത് എളുപ്പമാണ് പ്രിസമൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? പോയിന്റ്സ് മാർക്ക് ചെയ്യുക. പോയിന്റ് മാർക്ക് ചെയ്യുക ശ്രദ്ധിക്കുക. ടോപ്പ് വ്യൂ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇറ്റ് ഈസ് 1 എയുടെ അവിടെ 1 ബിയുടെ അവിടെ 2 സിയുടെ അവിടെ 3 ദെൻ ഡിയുടെ അവിടെ 4 ഇയുടെ അവിടെ 5 അല്ലാതെ നിരത്തി നിങ്ങൾ എഴുതി കളയില്ല 1 2 3 4 5. ടോപ്പ് വ്യൂ നോക്കിയിട്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ടോപ്പ് വ്യൂവിൽ നോക്കുക എ എവിടെയാണുള്ളത് അതിന് നേരെ 1 മാർക്ക് ചെയ്യുക. ബി എവിടെയാണുള്ളത് അവിടെ നേരെ 2 മാർക്ക് ചെയ്യുക. സി എവിടെയാണുള്ളത് അവിടെ നേരെ 3 മാർക്ക് ചെയ്യുക. 4 and 5. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത് എന്ത് ചെയ്യുക? അതിനുശേഷം അതിന് താഴെയുള്ള എല്ലാം ഹാച്ച് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ദെൻ ട്രൂ ഷേപ്പ് എങ്ങനെ വരയ്ക്കുക? നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാത്തിനും താഴെയുള്ള എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ് ആക്സിസ് ടു 1 എടുത്ത് കട്ട് ചെയ്യുക. എക്സ് ആക്സിസ് ടു 2 3 4 5 എല്ലാം നമ്മുടെ ഇവിടെ നിന്ന് എടുത്ത് കട്ട് ചെയ്ത ശേഷം നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടും. സോ ദാറ്റ് അതാണ് ഈസി ആയിട്ടുള്ള ഒരു വൺ ഓഫ് താണ് ഇതാണ് പ്രിസം എന്ന് പറയുന്നത്. ഇതിൽ നോക്കി 2 സൈഡ് നമ്മൾ കട്ടായിട്ടുണ്ട്. ഫുള്ളും കവർ ആവുന്നതുകൊണ്ടാണ് നമ്മൾ താഴെ നമ്മൾ ഹാച്ച് ലൈൻ ഇട്ട് നമ്മൾ ട്രൂ ഷേപ്പ് വരച്ചു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കി. റെഗുലർ പെൻഡഗണൽ പ്രിസം side of base 30 axis 70 is cut by resting on HP on its base with a vertical face parallel to VP. It is cut by a plane inclined 60 degree to HP and passing through a point of axis below the top face. അപ്പം ഇതിൽ പറഞ്ഞ inclined 60 degree to HP ആണ്. നേരത്തെ എത്രയായിരുന്നു? 50 degree. 60 degree to HP and not bisecting. It is 20 mm below the top face. ടോപ്പ് ഫേസിൽ നിന്ന് 20 താഴോട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് പ്രിസം വരച്ചു. 20 mm ബിലോ എടുത്ത ശേഷം അവിടെ നിന്ന് 60 ഡിഗ്രി എടുത്തു. അത്രേ ചെയ്യുന്നു. അപ്പോൾ അതിന് താഴെയുള്ള എല്ലാ ലൈൻസും കണ്ട ആ കട്ടിങ് സെക്ഷൻ പോയ ലൈനിന് നേരെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം ഇപ്പുറത്തുള്ള ആ കട്ടിങ് സെക്ഷൻ പോയതിൻ്റെ അണ്ടർ ആയിട്ടുള്ള എല്ലാ പാർട്ടുകളും എന്തായിട്ട് ചെയ്യുക? ആ സെക്ഷനായിട്ട് മാർക്ക് ചെയ്യുക. ദെൻ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. 1 2 3 4 5 നമ്മൾ റെഡിങ്ങിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ
1 2 3 4 5 എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കിയ ശേഷം നമ്മുടെ ട്രൂ ഷേപ്പ് 1 2 3 4 5 മാർക്ക് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇത് ഹെക്സാൻ ചോദിച്ചാലും പെൻറ്റഗൺ ചോദിച്ചാലും സ്ക്വയർ ചോദിച്ചാലും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ഈസ് റെഗുലർ മൂന്നാമത്തെ പ്രിസത്തിന്റെ മൂന്നാമത്തെ കേസാണ്. റെഗുലർ പെന്റഗണൽ പ്രിസം സൈഡ് ഓഫ് ബേസ് 30 ആക്സിസ് 70 ഈസ് റെസ്റ്റിംഗ് ഓൺ HP. അപ്പം ബിലോ ദ ടോപ്പ് ഫേസ് ടോപ്പ് വ്യൂ ആണ് ആദ്യം വരയ്ക്കുക, ബിലോ ദ എക്സ് ആക്സിസ് ഓൺ ഇറ്റ്സ് ബേസ് വിത്ത് വെർട്ടിക്കൽ ഫേസ് പാരലൽ ടു നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഇറ്റ് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ ഇൻക്ലൈൻ 40 ഡിഗ്രി ടു VP 10 mm away from its X. അപ്പം VP-യിലാണ് കട്ടാവുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ വരയ്ക്കുക, സർക്കിൾ വരയ്ക്കുക. 10 mm ഉള്ള ഒരു സർക്കിൾ സെൻറ്ററിൽ നിന്ന് വരച്ച ശേഷം എന്ത് എളുപ്പമാണ് ഇത് എന്ത് ചെയ്യുക, 40 ഡിഗ്രി ആ ടാൻജന്റ് വഴി പാസ് ചെയ്ത് പോകുന്ന രീതി. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ OA OB OC ഒന്നും ഇല്ല, ഡയറക്റ്റ് രണ്ട് സൈഡിലുമുള്ള പോയിന്റ്സിനെ നമ്മൾ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഏതൊക്കെയാണ് രണ്ട് സൈഡ് ABക്ക് ഇടയ്ക്ക് സെക്ഷൻ ലൈൻ പാസ് ചെയ്തിട്ടുണ്ട്, സിമിലർലി സിക്കും ഡിക്ക് ഇടയ്ക്ക് സെക്ഷൻ ലൈൻ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ രണ്ടിനെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം നമ്മൾ സെക്ഷൻ നോക്കുക, മുകളിൽ നോക്കി, സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി സെക്ഷൻ പ്ലെയിൻ. ഓക്കെ, അതിന് നമ്പർ ഇടുക 1 2 3 4. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ട്രൂ ഷേപ്പ് വരയ്ക്കുക. 3 4 ബേസിൽ തന്നെയാണ്, അപ്പോൾ 3 4 മാർക്ക് ചെയ്തു. 1 and 2 അവിടെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ കട്ട് ചെയ്യുന്നു. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, സോ ഇതാണ് പ്രിസത്തിന്റെ ഏത് കേസ്, 3 കേസസ് ആണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട് HP പഠിച്ചു, ഇംഗ്ലണ്ട് VP പഠിച്ചു, ഇംഗ്ലണ്ട് VP-യിൽ തന്നെ നമ്മൾ അത് ബൈസെക്റ്റിംഗ് അല്ലാത്ത പാർട്ടും പഠിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഇത് ഇത്രയും ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റിനോട്ട് കൊണ്ടുപോകും. പ്രിസത്തിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതിങ്ങനെ ഫോളോ ചെയ്താൽ മതി. Can we go for the next question? അടുത്തതിലോട്ട് പോവാം. അടുത്തതിലോട്ട് പോവാം. Yes, sir. പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ രണ്ട് കേസസ് ആണ് ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത്, ട്രൂ ഷേപ്പ് തന്നിട്ടും അല്ലാതെ ഉള്ളത്. അപ്പൊ സിലിണ്ടറിന്റെ എളുപ്പമാണ്. സിലിണ്ടർ ഓഫ് ഡയമീറ്റർ ഓഫ് ബേസ് 50, ഹൈറ്റ് 70 mm, റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ HP. അപ്പം എന്താണ് ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുക, ബിലോ ദ എക്സ് ആക്സിസിൽ വരയ്ക്കുക. Based on HP is cut by a plane perpendicular to VP and inclined 40 degree to HP and bisecting the axis. 40 HP-യിൽ കട്ടിങ് ഉണ്ട് ആൻഡ് ബൈസെക്ടിങ് ദി ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഫിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ വരയ്ക്കാം. സിലിണ്ടർ വരയ്ക്കുക, 8 ഡിവൈഡ് ചെയ്യുക, മുകളിലോട്ട് കൊണ്ടുപോവുക, വരച്ചു. ബൈസെക്ടിങ്ങിൽ ഒരു ലൈൻ വരയ്ക്കുക, 40 ഡിഗ്രി ടു HP വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ബിലോ ദ ലൈൻസ് എല്ലാം തിക്കായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇത് എളുപ്പമാണ്. ഒരു സെക്ഷൻ ലൈൻ എല്ലാ ലൈൻസും അതിൻ്റെ അടിയിലുള്ള എല്ലാ സർക്കിളും ഫുള്ളും കവർ ആവുന്നതുകൊണ്ട് അതിന് നമ്മൾ ആഡ് ചെയ്യുന്നു. എല്ലാ പോയിന്റ്സിനും 1 2 3 4 5 6 7 8 പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. 1 2 3 4 5 എല്ലാം വിസിബിൾ ആണ്, 6 7 8 ഇൻവിസിബിൾ ആണ്. ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുക, X1 Y1 ആക്സിസ് വരച്ച ശേഷം എന്ത് ചെയ്യുക, മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ X ആക്സിസ് ടു 1 എടുക്കുക, X ആക്സിസ് 2 എടുക്കുക, 3 എടുക്കുക, മാർക്ക് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, എളുപ്പമാണ്, അത് ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നത് പാട്. ബട്ട് ഇതിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനും കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ഇത് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എലിപ്സ് ആണ്. എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയ ട്രൂ ഷേപ്പിൽ 1 to 5 ആണല്ലോ, അതാണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. അതുപോലെ 3 to 7 ഉണ്ടല്ലോ, അതാണ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ 3 to 7, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിന്റെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 50 mm, height 70 is resting on its base HP. On HP is cut by a plane perpendicular to VP and 40 degree to HP and bisecting the axis. Sorry, ഇത് ഒന്നുകൂടെ ഇട്ടെന്ന് തോന്നുന്നു. Okay, a vertical cylinder of 80 mm height is cut by an inclined plane so that the true shape is an ellipse with minor axis 60 and major axis 80. Find the inclination of the cylinder. ഇതും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ നോക്കിയേ, ഇവിടെ നോക്കിയേ, ലാസ്റ്റ് പ്രോബ്ലത്തിൽ 3 to 7 ആണല്ലോ നമ്മൾ താഴെ കണ്ടത്. അപ്പം ഇതിൽ വന്ന് ഒരു കാര്യം മനസ്സിലാകണമെന്ന് പറഞ്ഞാൽ മൈനർ ആക്സിസ് ഇസിക്കൽ ടു ഡയമീറ്റർ നോട്ട് ചെയ്ത് വെച്ചേക്കുക. മൈനർ ആക്സിസ് ഇസിക്കൽ ടു ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ നമ്മൾ ആൾറെഡി നോട്ട് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മൈനർ ആക്സിസ് ഇസിക്കൽ ടു ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 1 to ഈ കട്ടിംഗ് പ്ലെയിൻ ഇതായിട്ട് വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ എന്ത് വെർട്ടിക്കൽ സിലിണ്ടർ ഹൈറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം ഇൻഡയറക്റ്റ് ഡയമീറ്റർ ഈസ് ഗിവൺ ആസ് ഇൻഡയറക്റ്റ് ആസ് മൈനർ ആക്സിസ് 60. അപ്പം സിലിണ്ടറിന്റെ ഡയമീറ്റർ 60 ആണ്. അപ്പോൾ ഹൈറ്റ് തന്നു, ഡയമീറ്റർ 60 തന്നു, 60 എടുത്ത് വരച്ചു. മൈനർ ആക്സിസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. 8 ഡിവൈഡ് ചെയ്ത് മുകളിലോട്ട് വരച്ചു. ഇനി ഇതിന്റെ ബൈസെക്ടിങ്ങിൽ വെച്ചിട്ട് അതിന്റെ മേജർ ആക്സിസ് എത്രയാണ്, 80 ആണ്. ബൈസെക്ടിങ്ങിലെ അതായത് ആ ടോട്ടൽ ഹൈറ്റ് 80യുടെ സെന്ററിൽ വെച്ചിട്ട് മേജർ ആക്സിസ് എത്രയാണ്, 80 ആണ്. അപ്പോൾ അതിന്റെ ഹാഫ് എടുക്കുക, 40 40 എടുത്ത് രണ്ട് സൈഡും കട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. 40 എടുത്ത് രണ്ട് സൈഡും കട്ട് ചെയ്യുക, അതിനെ ജോയിൻ ചെയ്യിപ്പിക്കുക. സോ ഗെറ്റ് ദി സെക്ഷണൽ ടോപ്പ്. ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറാണ്. X1 Y1 ആക്സിസ് എടുക്കുക, എല്ലാ പോയിന്റ്സും
എക്സ് ആക്സിസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഫ്രം ദ സെക്ഷൻ. ഈ ഇതും കൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സെക്ഷൻ ഓഫ് സോളിഡ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതും. ഒരു 10 ഒരു 50% 4 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്യൂബ് ഓഫ് എഡ്ജ് 50 is cut by a plane so that the true shape is a regular hexagon. ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. A cube of edge 50 mm is cut by a plane so that the true shape is a regular hexagon. Find the inclination of the plane with the base of the cube. അപ്പോൾ ഇത് നോക്കി, ഇങ്ങനെ ഒരു ക്യൂബിൻ്റെ ഹെക്സഗൺ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഫസ്റ്റ് വൺ ഈസ് എ ക്യൂബ് ഹെക്സഗൺ ആണെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡ്രോ എ ക്യൂബ് വിത്ത് ടോപ്പ് വ്യൂ ഓഫ് എ കോർണർ കണ്ടീഷൻ. കോർണർ കണ്ടീഷനിൽ ക്യൂബ് ടോപ്പ് വ്യൂവിൽ വരയ്ക്കുക. ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഞാൻ പ്രോബ്ലത്തിൽ കാണിച്ചു തരാം. സോ 50 mm ക്യൂബ് കോർണർ കണ്ടീഷനിൽ ഞാൻ വരയ്ക്കുകയാണ്. 45 ഡിഗ്രി ഓൺ ബോത്ത് സൈഡ്സ്, ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. വരച്ചു, മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൂ ഷേപ്പ് റെഗുലർ ഹെക്സഗൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിൻ്റെ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ശേഷം ഞാൻ ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഒരു സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുക. അതേപോലെ ഹൈറ്റ് ഉണ്ടല്ലോ, ബി ഡാഷിനും B1 ഡാഷിനും ഇടയ്ക്കുള്ള സെന്റർ പോയിന്റ്, ഹൈറ്റിന്റെ സെന്റർ പോയിന്റ് 25 ഉണ്ട്. അതേപോലെ ഇപ്പുറത്തെ സൈഡ് ബി ഡാഷിനും സി ഡാഷിനും എവിടെയാണോ ട്രൂ ഷേപ്പ്, ഇതാ ഇവിടെയാണ്, ഈ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ടോപ്പിലാണ് ട്രൂ ഷേപ്പ് ആണെങ്കിൽ ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ട്രൂ മുകളിലാണെങ്കിൽ നമ്മൾ ബി ഡാഷിനും സി ഡാഷിനും ഇടയ്ക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെയാണ് വരയ്ക്കാൻ പോകുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിന്റെ മുകളിൽ. അപ്പം ടോപ്പിലുള്ള എ ഡാഷിന് ബി ഡാഷിന് ഇടയ്ക്കുള്ള സെന്റർ, അല്ല ബി ഡാഷ് ടു B1 ഡാഷിന്റെ സെന്റർ, അതേപോലെ B1 ഡാഷ് C1 ഡാഷിന്റെ ബേസിലുള്ള സെന്റേഴ്സ് ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക ഫസ്റ്റ്. എന്നിട്ട് അതിനെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഇതാണ് നിങ്ങളുടെ സെക്ഷൻ. അപ്പോൾ ഈ കാര്യം കൂടെ ഓർത്താൽ മാത്രമേ റെഗുലർ ഹെക്സഗൺ വരും. ഫസ്റ്റ് കോർണർ കണ്ടീഷൻ, സെക്കൻഡ് വൺ ഇസ് ദിസ്. സോ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ശേഷം എല്ലാത്തിനെയും താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് താഴെ എന്ത് ചെയ്യുക, 1 2 3 4 5 6 എന്ന് ഞാൻ ഇപ്പോൾ റെഡിങ്ങിൽ മാർക്ക് ചെയ്തേക്കുന്ന പോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ആ പോയിന്റ്സ് എല്ലാം നേരെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ 2 3 4 വിസിബിൾ ആണ്, ബ്രാക്കറ്റിലിടും. വിത്തൗട്ട് ബ്രാക്കറ്റിലിടും. 1 6 5 വിത്തൗട്ട് ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റിലിട്ട ശേഷം എല്ലാ പോയിന്റ്സിനെയും മുകളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദി. ഇപ്പോൾ ഈ ക്ലിയർ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്ഷൻ്റെ പാർട്ടായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ.